പക്ഷേ മോദി പറഞ്ഞിരിക്കുന്നു, അതായത് താൻ ദൈവമൊന്നുമല്ല, മനുഷ്യനാണ്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, തെറ്റുകൾ പറ്റാം. ഇതൊരു കൃത്യമായൊരു രാഷ്ട്രീയ പ്രസംഗത്തിനിടയ്ക്ക് മോദി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചർച്ച വരുന്നത് അങ്ങനെ ഒരു സമ്മതിക്കാനൊക്കെ മോദി ധൈര്യപ്പെട്ടല്ലോ. അതായത് താനൊരു അമാനുഷികനൊന്നുമല്ല, താൻ പ്രധാനമന്ത്രിയൊക്കെയാണ്, താനും സാധാരണ മനുഷ്യനൊക്കെ തന്നെയാണ്, എല്ലാവർക്കും പറ്റുന്ന പോലത്തെ ചെറിയ തെറ്റുകളൊക്കെ എനിക്കും പറ്റാം എന്ന് പറഞ്ഞ മോദിയുടെ ആ ഒരു ആ ഒരു മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതല്ലേ എന്നതാണ് ഉയരുന്ന ചോദ്യം. അതിനെ വേറൊരു രീതിയിലും കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അത് മോദിക്ക് തെറ്റ് മാത്രമേ പറ്റിയിട്ടുള്ളൂ, മോദി എന്തൊക്കെയോ തെറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്താപത്തിലാണ് ഇത് പറയുന്നത് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ആംഗിളിൽ എടുക്കണം അത്? അല്ല, സാധാരണ ഇംഗ്ലീഷിലൊരു പ്രധാനപ്പെട്ട ചൊല്ലുണ്ട്, എറർ ഇസ് ഹ്യൂമൻ എന്ന് പറയും. അതെ, തെറ്റ് എന്ന് പറയുന്നത് മനുഷ്യസിദ്ധമാണ്. മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യും. അത് അംഗീകരിക്കുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട്. മോദിയുടെ ഈ നിലപാടിനെ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാം. അങ്ങനെയാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും യഥാർത്ഥത്തിൽ സമൂഹത്തോട് പ്രതികരിക്കേണ്ടത്. പക്ഷേ സമൂഹത്തിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിനിങ്ങനെ ഉള്ള തെറ്റ് പറ്റുന്ന ആളുകളെ വേണ്ട. ആണ് സമൂഹത്തിൻ്റെ പ്രത്യേകം. സമൂഹം എന്ന് പറയുന്നത് തെറ്റ് പറ്റാത്ത ആളുകൾ ആണ് നേതാക്കന്മാരെന്ന് കരുതുകയും തെറ്റാവരമുള്ളവരാണ് എന്ന് കരുതുകയും അവർ പറയുന്ന വാക്യങ്ങളെല്ലാം തന്നെ ദൈവതുല്യമാണ് എന്ന നിലക്ക് കൊണ്ടാടുകയും അങ്ങനെ ഇവരെ ദൈവമാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആൾ ദൈവങ്ങൾ ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം ആയിട്ട് ഈ നരേന്ദ്രമോദിയെ ആൾ ദൈവമാക്കി മാറ്റുകയായിരുന്നു. കാരണം RSS ശരിക്കും ഈ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ വിജയം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ നരേന്ദ്രമോദിയെ യഥാർത്ഥത്തിൽ പലതരത്തിൽ, പല രൂപത്തിൽ, പല അവതാരത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവസാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ യുഗപുരുഷനായിട്ട് തന്നെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പ്രചാരണം ആരംഭിക്കുകയും ആ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൻപിച്ച തോന്നലുള്ള നേട്ടമുണ്ടാക്കാനായിട്ട് BJPക്കും RSSനും കഴിയുകയൊക്കെ ചെയ്തു. അതായത് രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു നേതാവിനെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനെ നമ്മൾ പറയുന്ന പേര് മേക്ക് ഓവർ എന്നാണ് പറയുന്നത്. മേക്ക് ഓവറാണ്. അതായത് അതാണല്ലോ നമ്മളിവിടെ ഈ പിണറായി വിജയനൊക്കെ ഇങ്ങനെ ലീഡർ എന്ന നിലയ്ക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മേക്ക് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സ് സെലിബ്രിറ്റി മേക്കിംഗ് പ്രോസസ്സാണ്. സെലിബ്രിറ്റി മേക്കിംഗ് പ്രോസസ്സിലേക്ക് ഒരു ലീഡറെ കൊണ്ടുവരികയും ലീഡറിന് ഒരു ഇമേജ് നിർമ്മിച്ചു കൊടുക്കുകയും ആ ഇമേജ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് പൊളിറ്റിക്കൽ വിക്ടറി ഉണ്ടാകും. എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് മുമ്പ് അത് സാധ്യമായിരുന്നില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു കഥാപാത്രത്തെ BJPക്ക് RSSന് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല. അത് കണ്ടെത്തിയതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നരേന്ദ്രമോദി കൊള്ളാം, ഇദ്ദേഹത്തെ നമുക്ക് ശരിയാക്കിയെടുക്കാം, സെലിബ്രിറ്റി ആക്കാം, ഐഡലാക്കാം എന്നൊക്കെ തീരുമാനിക്കുക. അദ്ദേഹത്തെ ഒരു വിഗ്രഹമാക്കി മാറ്റി. അങ്ങനെ വിഗ്രഹമായി മാറി അദ്ദേഹം ദൈവതുല്യനായ രീതിയിൽ കൊണ്ടാടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പല തെറ്റുകളും ഇടക്കിടക്ക് സംഭവിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചല്ലേ, ഇന്ത്യയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒറേറ്ററാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ളതും രൂക്ഷമായിട്ടുള്ള രീതിയിലും ഓരോ കേൾവിക്കാരൻ്റെയും മനസ്സിനകത്ത് തുളഞ്ഞു കയറുന്ന തരത്തിലാണ്. ഇതിന് അദ്ദേഹം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് സാങ്കേതികവിദ്യ തന്നെയാണ്. ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അതുമാതിരി സംസാരിക്കാനായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ വേറെ ഒരൊറ്റ ലീഡറും ഇല്ല എന്നുള്ളതാണ്. യൂറോപ്യൻ പൊളിറ്റീഷ്യൻസ് പലപ്പോഴും ഈ ടെലിപ്രോംപ്റ്റർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. ഇന്ത്യയിൽ പക്ഷെ ആർക്കും അറിയില്ല അത് ഉപയോഗിക്കാൻ പോലും. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ നരേന്ദ്രമോദിയാണ്. അത് പലരും ഇത് പറയാറുണ്ടായിരുന്നെങ്കിലും ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ടെലിപ്രോംപ്റ്റർ പണി മുടക്കി. കുറേ നേരം പുള്ളി വെറുതെ ഇങ്ങനെ അപ്പോൾ പുള്ളിയുടെ ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തിയ സംഭവമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഉയർന്നു വന്നിരിക്കാം. അതായിരിക്കണം അദ്ദേഹം ഈ അടുത്ത കാലത്തൊരു ഇൻ്റർവ്യൂവിൽ മുഖാമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു, ശരിയാണ്, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് വേണമെങ്കിൽ തെറ്റ് പറ്റാം എന്ന്. അത് പക്ഷേ ഈ നരേന്ദ്രമോദിയെ ഈ അതായത് 3ാം തവണ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് മോദി കന്യാകുമാരിയിൽ വന്ന് ധ്യാനത്തിലിരിക്കുകയൊക്കെ ചെയ്തു. 48 മണിക്കൂർ ധ്യാനമായിരുന്നു. ആ സമയത്തൊക്കെ മോദി ഒരു ദൈവം എന്നോണം പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ അവതാരമാണ്, അതുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹമല്ല പറഞ്ഞത്. പല ആളുകളും പല ഗ്രൂപ്പുകളിൽ നിന്നും അത്തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ടായി.
പക്ഷെ അതിനെതിരെ രംഗത്ത് വന്നത് എനിക്ക് തോന്നുന്നു RSS തന്നെ അതിനെതിരെ രംഗത്ത് വന്നു. ആരെയും നിങ്ങൾ ഈ ദൈവത്തിന് തുല്യം അല്ലെങ്കിൽ ദൈവമാണ് എന്നൊന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കരുത്, അത് കാണിക്കുന്ന അത്ര നല്ലതല്ല എന്ന് മോഹൻ ഭാഗവത് പറയാതെ പല സമയത്തും പറയുന്നൊരു സമയമൊക്കെ ഉണ്ടായി. പിന്നീട് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ വോട്ടൊക്കെ എണ്ണിയപ്പോഴാണ് BJP പ്രതീക്ഷിച്ച അത്ര രീതിയിലുള്ളൊരു വിജയം അവിടെ ഉണ്ടായില്ല. അവർക്ക് ഭരണമൊക്കെ നേടാൻ കഴിഞ്ഞെങ്കിൽ പോലും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനോ ഒരു 300-310 സീറ്റിൽ കൂടുതലേക്ക് എത്താനോ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ മുതൽ അദ്ദേഹം കുറച്ചും കൂടെ കാര്യങ്ങൾ ഒന്ന് ലാളിത്യത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ മോദി തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതെത്തരത്തിലാണ്, അങ്ങനെയൊരു കാര്യമായിരിക്കുമോ ഇത്? അല്ലേ, 3ാം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചെങ്കോട്ടയിൽ വെച്ച് മോദി പറഞ്ഞു ഞാൻ വരും 3ാമത്. അതൊരു പ്രവചനമായിരുന്നു. അങ്ങനെ ഞാൻ 3ാമത് അവതരിച്ച് കഴിയുമ്പോൾ ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിനൊരു പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ 3ാമത് വന്നത് പക്ഷേ തളർന്നാണ് വന്നത്. അതാണ് പ്രശ്നമായത്. മാത്രമല്ല വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കണ്ടവനും കുറഞ്ഞുപോയി. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് മോദിയിസം തകർന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ശരി. മോദിയാണ് പരാജയപ്പെട്ടത് ശരി. മോദിയുടെ ഭൂരിപക്ഷം അല്ലാതെ കുറഞ്ഞ സമയത്ത് അത് പാർട്ടിയിൽ ഉൾപാർട്ടി ചർച്ചയിലും അതേപോലെ RSS ഒക്കെ അത് ഗൗരവമായിട്ട് പരിശോധിച്ചു. കാരണം അങ്ങനെ അത്രമാത്രം ഭൂരിപക്ഷം കുറഞ്ഞ അവസ്ഥയിലേക്ക് മോദി എത്തിച്ചേർന്നു എന്ന് പറയുന്നത് അവരെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ശരി. അപ്പോൾ മുതലാണ് RSS മോദിക്ക് പകരം ആര് എന്ന് പറയുന്ന ചോദ്യം ചോദിച്ച് ശരിക്കും. അതിനുത്തരം ഇതുവരെയായിട്ടും അവർക്ക് കിട്ടിയിട്ടില്ല. ചില ആളുകളൊക്കെ യോഗിയായിരിക്കും മോദിക്ക് പകരം വരാൻ പോകുന്ന പ്രധാനമന്ത്രി എന്നും, ചിലരൊക്കെ ഗഡ്കരി ആയിരിക്കും എന്നും. എന്നുവെച്ചാൽ അത് പാർട്ടീഷനാണ്, സെപ്പറേഷനാണ്. 2 സംഘമായിട്ട് തിരിഞ്ഞു അല്ലെങ്കിൽ 3 സംഘമായിട്ട് തിരിയുന്നു. ആരാണ് എന്നുള്ളതിന് ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ ആരാകണം എന്ന ചോദ്യം ഉയരുന്നത് ഈ വാരണാസിയിലെ ഈ തോൽവിക്ക് സമാനമായിട്ടുള്ള വിജയമാണ്. അത് അങ്ങനെ തന്നെ കണക്കാക്കേണ്ടതായിട്ട് വരും വളരെ നല്ല രീതിയിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്. പക്ഷേ പരിക്കില്ലാതെ BJP രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴാണ് ശരിക്കും മോഹൻ ഭഗവത്തൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുകയും എന്താണ് ഇതിന് സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഇങ്ങനെ ഈ ദൈവപരിവേഷം നൽകി മാറ്റി കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ദൈവ നിർമ്മാണം എന്ന് പറയുന്നത് അപകടമാണ്. കാരണം ആൾ ദൈവം പോയാൽ പിന്നെ ആര് എന്ന് പറഞ്ഞു. മാത്രമല്ല ഇത് പണ്ട് നമുക്കറിയാം ലൂയി 14 പ്രഖ്യാപിച്ചൊരു വാചകമുണ്ട്, ഐ ആം ദ സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനാണ് രാഷ്ട്രം. അത് അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരു ശബ്ദമാണ്, പെരുമ്പറയാണ്. ഏകാധിപതികളുടെ അതെ, ഏകാധിപതികൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. മോദി ഏകാധിപതി എന്ന് പല ആളുകളും ഇതിനിടക്ക് സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു റീതോട്ട്, ഇതൊക്കെ തിരുത്താനുള്ളൊരു കാര്യം കൂടെ. ഇതിനൊക്കെ പുനർചിന്തയ്ക്ക് വിധേയമാക്കുന്ന ഒരു ഇന്നർ സർക്കിൾ ഡിസ്കഷൻസ് ഉണ്ടാകാം, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലുണ്ട്. കാരണം മോദിയൊന്നും വെറുതെ സംസാരിക്കുന്ന ഒരാളല്ല. മോദിയൊന്നും ഒരിക്കലും എക്സ്റ്റംപറൈസ് ചെയ്യാറില്ല. എന്നുവെച്ചാൽ അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളല്ല. ഒന്നും കാണാതെ എല്ലാ കാര്യങ്ങളും നേരത്തെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി അത് പഠിച്ച് അത് അഭിനയിച്ച് തന്നെ ശരിയാക്കിയതിന് ശേഷം പ്രസംഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒറേറ്ററായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ആളുകളെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്നതായിട്ടുള്ള പെനിട്രേറ്റിംഗ് വേർഡ്സ് എത്ര കൃത്യമായിട്ടാണ് ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിനെ ഈ ടെലിപ്രോപ്റ്റർ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അപ്പോൾ ഈ ടെലിപ്രോപ്റ്റർ ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും വിദഗ്ധനായിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൽ വൈദഗ്ധ്യങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് പണിമുടക്കുന്നത് ആ ഇമേജ് തന്നെ ഇടിച്ചു പൊളിക്കുന്ന ഒരു സംഭവമാണ്. പണിമുടക്കാൻ പാടില്ല. അത് ഇനി പണിമുടക്കിയാൽ തന്നെ സംസാരിക്കാൻ കഴിയണമായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ എല്ലാം കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അത് മുടങ്ങിപ്പോയി. ഇനി ചിലപ്പോൾ അടുത്ത സമയത്ത് അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ വെറുതെ നിൽക്കണമെന്നില്ല, സംസാരിച്ചേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊരു പ്ലാൻഡ് ന്യൂസ് പ്ലേസ്മെൻ്റ് ആണ്. ശരിക്കും തീർച്ചയായും പ്ലാൻഡ് ആണ്. അത് വെറുതെ പറഞ്ഞ് അല്ലാണ്ട് മോദി വെറുതെ ഇത് ചെയ്യുന്നു എന്ന് കണക്കാക്കരുത്. മോദി അത് ചെയ്തതിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും.
ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ കരുതാറുണ്ട്. കാരണം വെച്ചാൽ ശരിയാണ്, അതും അദ്ദേഹത്തെ വീണ്ടും എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നവരെ ഉന്നതമായ തലത്തിലേക്ക് തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയോ ലളിതമായ രീതിയിൽ എത്രയോ സിമ്പിളാണ് ഈ മനുഷ്യൻ. അതെ അതെ, നോക്ക് നിങ്ങൾ എന്ന് പറയാണ് ചെയ്യുന്നത്. അതും ഇതാണ്, ദേഖോ ദേഖോ, നോക്കൂ നോക്കൂ, ഗുജറാത്തിൽ സിംഹം വരുന്നു എന്നാണ് മോദി വരുന്ന സമയത്ത് അവിടെ ആരാധകർ ആഘോഷപൂർവ്വം വിളിച്ചു കൂവിയിരുന്നത്. അങ്ങനെയാണ് ആ സെലിബ്രിറ്റി മേക്കിംഗ് പ്രോസസ്സ് നടന്നത്. അത് പിന്നീട് ഇന്ത്യയുടെ തന്നെ സിംഹമായിട്ട് അദ്ദേഹം മാറി. അവിടെ അദ്ദേഹത്തിന് ചില പരിക്കുകളൊക്കെ പറ്റിയ സമയത്താണ് അദ്ദേഹത്തെ മറ്റൊരു രീതിയിൽ മറ്റൊരു അവതാരമായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നോക്കൂ ഞാൻ മനുഷ്യനാണ്, ചില തെറ്റുകളൊക്കെ എനിക്ക് പറ്റിപ്പോയിട്ടുണ്ടാകാം, അതൊക്കെ തിരുത്തും, മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷിൽ ഈ പ്രയോഗമുണ്ടല്ലോ, എർ ഇസ് ഹ്യൂമൻ എന്ന് പറയുന്നത്, അത് സ്വീകരിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അത് നല്ല സമീപനമായിട്ട് അതിന് കണക്കാക്കുന്നത്. അതിൻ്റെ പിന്നിൽ സ്ട്രാറ്റജികളൊക്കെ ഉണ്ടാവും, നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മനുഷ്യരിങ്ങനെയാവണം, മനുഷ്യനാണ്, മനുഷ്യന് തെറ്റുപറ്റും. അതുകൊണ്ട് മനുഷ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം വളരെയും വികസിക്കുകയും ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ നേതാവും തെറ്റാവരം ലഭിച്ച ഒരാളല്ല. അതെ, അവരൊക്കെ മനുഷ്യരാണ്, അവർക്ക് ചിലപ്പോൾ തെറ്റുപറ്റും, അവർ തിരുത്തട്ടെ. തീർച്ചയായും.